ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാറുണ്ട്. ഞാൻ കോഴിക്കോട് ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പോയ സമയത്ത് ഒരു മഹലിൽ നിന്ന് ഒരാള് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് എന്നോട് വന്നു പറഞ്ഞു, 4 വർഷങ്ങൾക്ക് മുൻപാ, എൻ്റെ കയ്യിൽ കുറച്ച് പലിശന്റെ പണമുണ്ട്, ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, 30 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞു, ഞാൻ ഇക്കൊല്ലം പെൻഷനാണ്, എനിക്കിന്റെ PF അതായത് ഗവൺമെന്റുകാർക്ക് അറിയാം കുറച്ച് പലിശ പൈസ വരുന്നുണ്ട്, അതിങ്ങനെ സർക്കാർ ഇടുന്നതാണ് പലിശ പൈസ, അതുകൊണ്ട് അതെനിക്ക് ഒഴിവാക്കണം. ഇപ്പം കേട്ട മാത്രയിൽ നമ്മളും കരുതി നമ്മളെ പലിശയൊക്കെ എത്ര ഉണ്ടാവും, നമ്മളെ ബാങ്കിൽ വന്നാൽ മാക്സിമം 10,000, 20,000, 50,000 അത്രേ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്, അവർ ഈ ഓടകൾ വൃത്തിയാക്കും, കോർപ്പറേഷന്റെ കൂടെ കൂടിയിട്ട് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് ആ ഓട വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് ശേഖരിക്കാറുണ്ട് പൈസ. അങ്ങനെ അദ്ദേഹം ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ 2 പേരും കൂടി ചെന്ന് കണ്ട് അദ്ദേഹം കൊടുത്ത പൈസ എത്രയാണ്? 5,68,000 റുപ്യ. 30 കൊല്ലത്ത് അയാളുടെ സർവീസിൽ അയാൾ നീക്കിവെച്ച പലിശ പൈസ. അത്രമാത്രം ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന ദീനീ സ്നേഹികളുണ്ട്, അള്ളാഹുവിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിച്ച് നടക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളോ? ഞാൻ ഒന്നടങ്കം കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, നമ്മളെപ്പോഴാണ് നമ്മളെ സ്വത്തും മുതലും ഒക്കെ ഒന്ന് ചിന്തിച്ച് അതിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ, ആരോ കണ്ണീര് പറ്റിയിട്ടുണ്ടോ? പണ്ട് കാലത്ത് സ്ത്രീധനം വാങ്ങിയോല് പോലും ആ പൊരുത്തം വാങ്ങാതെ മരിച്ചാൽ പടച്ചോൻ വിടൂലെന്ന് ഇബ്നു ബാസിന്റെ ഫത്വ. അന്ന് ആ വാപ്പാര് മരിച്ചുപോയിട്ടുണ്ടെങ്കിലേ നെഞ്ചുരുകി അള്ളഹാനോട് പറഞ്ഞോളൂ. അന്ന് കണക്ക് പറഞ്ഞിട്ട് വാപ്പാന്റെ കണ്ണീര് കുടിപ്പിച്ച് വാങ്ങിക്കൊണ്ടുവന്നവരുണ്ട്. അതുകൊണ്ട് ഗൾഫ് പോയവരുണ്ട്, അതുകൊണ്ട് നാട്ടിൽ പൊരയും സ്ഥലവും വാങ്ങിയവരുണ്ട്. ആ അമ്മാന്റെയും വാപ്പാന്റെയും കണ്ണ് നിറച്ചിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ മനസ്സറിഞ്ഞിട്ട് ഒരു ഉമ്മയും വാപ്പയും കൊടുത്തിട്ടുണ്ട്, റസൂലും കൊടുത്തിട്ടുണ്ട്, ഫാത്തിമ ബീവി വീട് താമസിക്കുമ്പം കൊടുത്തയച്ചിട്ടുണ്ട്. അതല്ലാതെ കണക്കും അളവും പറഞ്ഞിട്ട് നിങ്ങൾ കാരണം അത് നിങ്ങളെ വീട്ടിലോ സ്വത്തിലോ എത്തിയിട്ടുണ്ടെങ്കിൽ വാപ്പാരോടും എല്ലാരോടും പറയുന്നത്, മധ്യസ്ഥന്മാരായിട്ട് വരെ നിന്നിട്ട് അത് വാങ്ങിക്കൊടുക്കുന്നവരുണ്ടായിരുന്നു. ആ പൊരുത്തൊന്നും കിട്ടാതെ മരിക്കേണ്ടി വന്നാലേ 6 അടി മണ്ണുക്ക് ചെല്ലുന്ന സമയത്ത് അള്ളാഹ് അറിയിച്ചു തരും നമ്മളെ കൊണ്ട് കണ്ണ് നിറഞ്ഞോന്റെ കണ്ണീരിന്റെ വലുപ്പം. അതുകൊണ്ടാ ഇത്തക്കിൽ മഹാര്യം, നമുക്ക് ആരെ മുതലും വേണ്ട, നമ്മളെപ്പോഴും തിരിച്ചു പോന്നോനാ, നമുക്കുള്ള അള്ള തരും, അത് അള്ള ഏറ്റെടുത്തതാ. അതോടൊപ്പം തന്നെ ഒരു വിഷയമാണ് കുടുംബബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ ഹറാമാ, നിഷിദ്ധ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഏതൊരു ഖുതുബക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ആ സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഒരായത്തുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. മനുഷ്യരെ, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരലോകത്തിന്റെ വിഷയവും വൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വിഷയവും നാളെ റബ്ബിന്റെ മഹ്ശറയിൽ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം നൽകണമെങ്കിൽ ആ കുടുംബ ബന്ധത്തെ പറ്റി അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റണം. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹിമ, ബന്ധം മുറിക്കുന്ന ആളുകൾ അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലെ കൊടിയ ശത്രു അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാനോട് മറ്റൊരു ശത്രുവായിരുന്ന ഹിർക്കൽ ചക്രവർത്തി ആ നാട്ടിലൂടെ അദ്ദേഹം യാത്ര പോകുമ്പോ ചോദിച്ചു, അല്ല അബൂ സുഫിയാനെ, നിന്റെ ജ്യേഷ്ഠന്റെ മകൻ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ ഒരു പുതിയ മതവുമായിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്താ അവന്റെ വാക്ക്, എന്തിനെപ്പറ്റി അവൻ പഠിപ്പിക്കുന്നത്, എന്താ അവന്റെ ശ്രേഷ്ഠത? ഉടനെ തിരിച്ച് അന്ന് ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒട്ടകത്തിന്റെ 2-3 ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ മുഹമ്മദിന്റെ തലയിൽ ഞങ്ങൾ നിക്ഷേപിച്ചു, ശ്വാസം കിട്ടാതെ മക്കയിലെ തെരുവിൽ മണലിൽ മുഖം കുത്തിക്കടന്നു മുഹമ്മദ് ശ്വാസം വലിച്ചു, അടിച്ചുവാരിയ ചപ്പ് ചവറുകൾ മുഹമ്മദിന്റെ തലയിലേക്ക് ഞങ്ങൾ എറിഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ കൈകളിൽ പോലും കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊടുത്ത് മക്കയിലെയും ത്വായിഫിലെയും മണലാരണ്യത്തിലൂടെ എറിഞ്ഞോടിച്ചു. പക്ഷെ എന്തൊക്കെ ദ്രോഹം ആ മനുഷ്യനോട് ചെയ്തിട്ടും ഇന്ന് വരെ ഞങ്ങളിൽ ഒരാളോട് പോലും മുഹമ്മദ് അലോഗ്യത്തിലായിട്ടില്ല, ഒരാളോട് പോലും കുടുംബം അദ്ദേഹം മുറിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് യസില റഹിമ, ബന്ധം ചേർക്കണം, കുടുംബം ചേർക്കണം എന്നാ. ഖുറൈശ് കുടുംബമേ, ബനൂ ഹാഷിം കുടുംബമേ, എന്റെ കുടുംബമേ എന്നല്ലാതെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടില്ല. അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാനാ ഇത് പറയുന്നത്. അത്രമാത്രം ഗൗരവത്തോടെ റസൂല് പഠിപ്പിച്ചു, നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കരുത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ സഅദ് ബിൻ അബീ വക്കാസിനോട് ഉമ്മ പറഞ്ഞു, മോനെ, നീ ഇസ്ലാം ഒഴിവാക്കാതെ വന്നാത്ത കാലത്തോളം ഉമ്മ വെള്ളം കുടിക്കൂല. അവസാനം വെള്ളം കിട്ടാതെ ഉമ്മ പെടഞ്ഞു മരിക്കും. നാട്ടുകാരിന്റെ മോനെ കാത്തിലിൽ ഉമ്മനെ കൊന്നോനെ എന്ന് വിളിക്കും, നിന്നെ ഞാൻ വിളിപ്പിക്കും. ഉമ്മാന്റെ മുഖത്ത് നോക്കി അത് കേട്ടപ്പോ
സഅദ് ഇബ്നു അബീ വക്കാസ് റസൂലുള്ളാന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഉമ്മാനെ ഒഴിവാക്കട്ടെ, ഉമ്മയായിട്ടുള്ള ബന്ധം നിർത്തട്ടെ? റസൂൽ പറഞ്ഞു, പാടില്ല, വേണ്ട. വസ്വാഹിബഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അത് ഉമ്മയാ. അതുകൊണ്ട് സഅദേ, മരണം വരെ നീ ഉമ്മാനെ പൊന്നുപോലെ നോക്കണം. പക്ഷെ ഉമ്മ പറയുന്ന ശിർക്ക് നീ ചെയ്യണ്ടെന്ന് മാത്രം. അത്ര ഗൗരവത്തോടെ പഠിപ്പിച്ച കുടുംബ ബന്ധത്തിൽ നമ്മളെ ഇന്നത്തെ നിലപാടെന്താ? മുഖത്തോട് മുഖം നോക്കാത്തവര്, സലാം പറയാത്തവര്, പറഞ്ഞ സലാം മടക്കാത്തവര്, ക്ഷണിക്കാത്തവര്, ക്ഷണം സ്വീകരിക്കാത്തവര്, ഓണ്ടേ ഞാൻ ഇല്ലാന്ന് വാശി പറയുന്നവര്, ഞാൻ വരണേ ഇന്ന ആൾക്കാരൊന്നും എന്നോട് മിണ്ടരുതെന്ന് പക പറയുന്നവര്, ഈ കൂട്ടത്തിലൂലെ പലരും പലരുമായിട്ട് തെറ്റി നടക്കുന്നവര്, മോളെ കെട്ടിയ വീട്ടുകാരോട്, മോൻ കെട്ടിയ വീട്ടുകാരോട്, വേലിക്കപ്പുറത്തുള്ളവനോട്, മഹല്ലുകാരനോട്, നാട്ടുകാരനോട് എന്തേ പിണങ്ങാനുള്ള കാരണം? അതൊക്കെ ഒരു ഫാഷന്റെ കാലഘട്ട. എന്തേ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് എന്റെ പെങ്ങള് അളിയാക്കയും ഒരു നിക്കാഹ് നടത്തിയപ്പോ ആങ്ങളെയായ എന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ. നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് എന്റെ ഏട്ടൻ ഒരു നോമ്പുറ നടത്തിയിട്ട് നിന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ. ആവേശത്തോടെ നമ്മളിൽ ചിലർ പറയും, ഞങ്ങൾ അത്ര ലോക്യത്തിലല്ല, ഞാൻ 1-2 കൊല്ലായിട്ട് അലോക്യത്തില, ഞാൻ അങ്ങോട്ടും പോകാറില്ല, അവരാരും ഇങ്ങോട്ടും വരാറില്ല. അവസാനം പരസ്പരം വീറും വാശിയും കാണിച്ച് മരിക്കും. മരിക്കുന്നത് വരെ ചിലർ ചെല്ലൂല, ഒന്ന് കയറി ചെന്ന് സലാം പറയൂല, ഒന്ന് പൊരുത്തം വാങ്ങൂല. അവസാനം മരിച്ചെന്ന് കാണുമ്പോൾ ചിലര് ചെല്ലും. പിന്നെ പൊരുത്തം വാങ്ങാനൊന്നുമില്ലല്ലോ. ആ പൊരുത്തം അള്ളാഹ് ആഗ്രഹിച്ചിട്ടുമില്ല, ചെല്ലാൻ അള്ളാഹ് പറഞ്ഞിട്ടുമില്ല. അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്തുമായി പള്ളിയിലെത്തുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ വെക്കുന്ന വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്നോ മധ്യഭാഗത്തുനിന്നോ ഇതുപോലത്തെ ഒരു മൈക്ക് കൈമ കിട്ടുമ്പോൾ ചില മക്കൾ കാണാ കണ്ണു നിറഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് ഒരു ബേജാറ്, എന്റെ വാപ്പ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ആരോടെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട്, പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന് ചോദിക്കാൻ ആരാ മുസ്ലിം സമുദായമെ പഠിപ്പിച്ചേ? ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചരിത്രമല്ല. അള്ളാന്റെ തിരുദൂതൻ ഒരു മയ്യത്ത് കൊണ്ടുവച്ച ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഈ മയ്യത്തിന് കടണ്ടോ? ആരെങ്കിലും കടം ഏറ്റെടുത്താൽ മാത്രം റസൂൽ നിസ്കരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോന്നും പറഞ്ഞിട്ടിറങ്ങും. അതല്ലാതെ മരിച്ച വാപ്പാക്ക് വേണ്ടി പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല. മരിച്ചടക്കുന്ന വാപ്പാന്റെ പോരിശ കാണിക്കാൻ വേണ്ടിയിട്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി 10 ചാക്ക് അരി വാരാനും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അതൊക്കെ ആയുസ്സുള്ളപ്പം